മമ്മൂട്ടി, ശോഭന ആൾസോ. ഞാനതോടെ പറഞ്ഞു നിർത്തി. അപ്പോ തുല്യ വേതനം വേണം, സ്ത്രീകൾക്കും പുരുഷനും തുല്യ വേതനം വേണം. സയന്റിഫിക് എന്താണ് അതിന്റെ സയൻസ്? അപ്പൊ നിങ്ങൾ നോക്കും, ഓക്കെ, സയൻസ് പരമായിട്ട് പദവിയിലും സ്റ്റേറ്റസിലുമുള്ള തുല്യത ആവശ്യമാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ത്രീയും ഒരു പുരുഷനും അഭിനയിക്കുന്നു, ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, അപ്പോൾ അവർക്ക് തുല്യ വേതനം കൊടുക്കണ്ടേ? ഇവിടെ 2 ടീച്ചേഴ്സ്, 2 അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നു, ഒരു പുരുഷനും ഒരു സ്ത്രീ. അവർക്ക് തുല്യ വേതനം കൊടുക്കുന്നത് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഇല്ല, തുല്യ വേതനം തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടാണ്? തുല്യമായ പരിഗണന, തുല്യമായ പ്രൊമോഷൻ, തുല്യമായ എല്ലാം തുല്യമായി, അങ്ങനെ തുല്യമായി കൊടുക്കാൻ കഴിയുന്ന ഏരിയാസ് ഉണ്ട്. ഇവിടെ ഇപ്പോ ഒരു മെയിൽ സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന ഒരു പടത്തില് ആ പടത്തിന്റെ വരുമാനം, ആരാണ് വരുമാനം കൊണ്ടുവരുന്നത് എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? വളരെ പ്രധാനമാണ്. ഇപ്പോ നയൻതാര എന്ന് പറയുന്ന ഒരു നടി, അവർക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ പ്രതിഫലം അവരെക്കാൾ കൂടുതൽ എക്സ്ട്രാ എഫേർട്ട് ഇട്ട് അഭിനയിക്കുന്ന അമ്മ നടിമാരൊക്കെ വേറെ ഉണ്ടാവും, ആ സിനിമയിൽ തന്നെ കൊടുക്കൂ. അല്ലെങ്കിൽ പരിചാരികയായിട്ട് അഭിനയിക്കുന്ന നീറിപ്പോകുന്ന ഒരു നടി ഉണ്ടായിരിക്കും, കൊടുക്കൂ. എന്താ കൊടുക്കാതെ? സ്റ്റാർഡമില്ലാതെ. കാരണം ഈ എക്കണോമിക്സിന്റെ കാര്യത്തിലായാലും സോഷ്യൽ സയൻസിന്റെ കാര്യത്തിലായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിനൊരു അടിസ്ഥാന യുക്തിയുണ്ട് എല്ലാ കാര്യവും. നമ്മളുടെ കോൺട്രിബ്യൂഷൻ അനുസരിച്ചായിരിക്കണം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ പ്രതിഫലം നമ്മൾ ചോദിക്കേണ്ടത്. നമ്മളുടെ കോൺട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ, ഉദാഹരണമായിട്ട് മമ്മൂട്ടിയുടെ കൂടെ ഒരു പടത്തിൽ ഒരു പുതുമുഖ നായികയായിട്ട് നിങ്ങൾ അഭിനയിക്കാം, മമ്മൂട്ടിക്ക് 5 കോടി കൊടുക്കുന്നു, നിങ്ങൾക്ക് 5 കോടി കിട്ടിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മമ്മൂട്ടിയോടാണോ നീതി ചെയ്യുന്നത്, നിങ്ങളോടാണോ നീതി ചെയ്യുന്നത്? അല്ലെ ഒരു എന്താ പറയാ, ഒരു ഓഫീസിൽ നിങ്ങൾ പോകുന്നു, മാനേജർക്ക് ഒരു ശമ്പളം, സൂപ്പർവൈസർക്ക് ഒരു ശമ്പളം, നിങ്ങൾക്ക് കയറുമ്പോൾ വളരെ കുറച്ച് ശമ്പളം, നിങ്ങൾ അത് അംഗീകരിക്കുകയില്ലേ? ഇവിടെ നോക്കേണ്ടത് നിങ്ങൾക്ക് മാനേജർ ആകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ടോ, നിങ്ങൾക്ക് അതിന് സാധ്യതയുണ്ടോ, നിങ്ങൾ അവിടെ കയറാൻ പറ്റില്ല എന്നുള്ള നിങ്ങളെ ഫോർബിഡ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് അവിടെ ഈക്വാലിറ്റി ഇല്ല. മറിച്ച് ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും ഹയറാർക്കിയും സ്ട്രക്ചറും സ്കെയിൽ ഡിഫറൻസും ഒക്കെ ഉണ്ടാവും. അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പൊ കുട്ടി അച്ഛനോട് പറയുകയാണ്, നമ്മൾ 2 ഇൻഡിവിജ്വൽസ്, നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ അത് ചെയ്ത് മറ്റേ എന്നൊക്കെ പറയുന്നത്? അപ്പൊ നോക്കൂ, ഹയറാർക്കി എന്ന് പറയുന്ന സാധനം പലപ്പോഴും ഈ സമത്വം, ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനത്തിന് വിരുദ്ധമല്ല. അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. എല്ലാവരുടെയും പോക്കറ്റിൽ ഒരു പൈസ ഉണ്ടാവലല്ല സമത്വം. എല്ലാവരുടെയും പോക്കറ്റിൽ ഒരു പൈസ ഉണ്ടായ സമത്വം ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് എല്ലാം ഞാൻ ഒരേ തുക തരിക, ഒരു 5 ലക്ഷം വെച്ച് തരികയാണ്, നിങ്ങൾ തുല്യരാവും നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ യു ആർ ലിവിങ് ഇൻ ദാറ്റ്സ് പാരഡൈസ്. അപ്പോഴും നിങ്ങൾക്ക് ശാരീരികമായ വ്യത്യാസം ഉണ്ടാവില്ലേ? നിങ്ങളെ അഭിരുചിയിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? ആഡം സ്മിത്തിന്റെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ ലോകത്തിന്റെ സമ്പത്തുകളെല്ലാം കൂടെ കൊണ്ടുവന്ന് കുന്നുകൂട്ടി ഒരു വലിയൊരു മൈതാനത്ത് കൊണ്ടുവന്നിടുക, എന്നിട്ട് ലോകത്തെ ജനങ്ങളെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഈക്വലായിട്ട് ഒരു സഞ്ചിക്കകത്ത് കൊടുക്കുക. $1500 എല്ലാവർക്കും കൊടുക്കുക. എല്ലാവർക്കും. ട്രംപിനും 1500, പിന്നെ എല്ലാവർക്കും 1500. എന്ത് സംഭവിക്കും? ആഡം സ്മിത്ത് പറഞ്ഞത് വിതിൻ 24 hours നിലവിലുള്ള അവസ്ഥയുടെ ഒരു പ്രോട്ടോടൈപ്പ് രൂപം ഉണ്ടാവും എന്നാണ്. വെള്ളം അടിക്കുന്നവൻ അതുകൊണ്ട് വെള്ളം അടിച്ച് തീരും, ഉച്ചയാകുമ്പോഴത്തേക്ക് അവന്റെ തീരും. പലിശയ്ക്ക് കൊടുക്കുന്നവൻ അത് കൊടുത്ത് പലിശയ്ക്ക് കൊടുത്ത് 1500, 3000 ആക്കും. പല രീതിയിലാണ് നമ്മുടെ സ്പെൻഡിങ് രീതികൾ. മനുഷ്യൻ വ്യത്യസ്തരാണ്. വ്യത്യസ്തത എന്ന് പറയുന്നത് ഇതിനൊരു തടസ്സമല്ലെന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. മനുഷ്യന്റെ ഇടയിലെ വ്യത്യസ്തതകൾ എല്ലാം കൂടെ ഒന്നിച്ച് ഒരു ഗാർഡനർ തന്റെ പൂന്തോട്ടത്തിലെ ചെടികളെല്ലാം ഒരേ നിരപ്പിൽ വെട്ടിയെടുക്കുന്നത് പോലെ വെട്ടിയെടുക്കാനുള്ള ഒന്നല്ല മനുഷ്യന്. വ്യത്യസ്തതകളുടെ ആഘോഷമാണ് ഇവല്യൂഷനിലും ഞാൻ പറഞ്ഞത്. ഇവല്യൂഷൻ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വെറൈറ്റി കൊണ്ടാണ്, വ്യത്യസ്തത കൊണ്ടാണ്. നമ്മളൊരു ബാക്ടീരിയയിൽ നിന്ന്, ഒരു ആർക്കിയയിൽ നിന്ന് മനുഷ്യൻ പോലെയുള്ള ഒരു മഹാസംഭവത്തിലേക്ക് വന്നത് എങ്ങനെയാണ്? ആ പോപ്പുലേഷനുകളിലുള്ള വ്യത്യസ്തതകൾ കൺസോൾഡേറ്റ് ചെയ്ത് സ്പീഷിയേഷനിലേക്കും ഒക്കെ പോയതുകൊണ്ടാണ്. നിങ്ങൾ സയൻസ് മുന്നോട്ട് വെക്കുന്ന ഒരു ലോകവീക്ഷണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതകളെ ആദരിക്കുക എന്നുള്ളതാണ്. ആദരിക്കുക എന്ന് പറയുമ്പോൾ അംഗീകരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാര്യം അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.